ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബിന്റെ വിധികളോട് ജീവിക്കണമെന്ന് ആത്മാർത്ഥമായി സൂചിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ വളരെ സന്തോഷത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ നമ്മളെല്ലാവരും വിവാഹ പദ്ധതിയിൽ ഒരുമിച്ചിരിക്കുകയാണ്. സാധാരണ രീതിയിൽ വിവാഹം എന്ന് പറയുമ്പോൾ ഒരുപാട് കാലം കാണാതെ പോയ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ബന്ധങ്ങളെല്ലാം കൂട്ടിയിറക്കാൻ കഴിയുന്ന ഒരു അമൂല്യ അവസരം എന്നുള്ള ഒരു സന്തോഷമെല്ലാം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിലുപരി റഹ്മാനായ റബ്ബിന് ഏറെ ഇഷ്ടമുള്ള അവൻ നമ്മളോട് കൽപ്പിച്ച ഒരു വിവാഹം ഇവിടെ നടത്താൻ പോകുന്നു. അതിലൂടെ സാക്ഷികളാക്കുവാനുള്ള ഒരു വലിയ അവസരമാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അബ്ദുൽ മകൻ ഷാഫിയും അതുപോലെ തന്നെ അബ്ദുൽ സലാമിന്റെ മകൻ നബിയുള്ള നിക്കാഹാണ് അല്പസമയത്തിനുള്ളിൽ ഇവിടെ നടക്കാൻ നിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നിക്കാഹിന്റെ സ്വീകാര്യതോ സാധ്യതയോ ഈ രൂപത്തിലുള്ള ഒരു സംസാരം ആവശ്യമില്ല എങ്കിൽ കൂടെ നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു സദസ്സിൽ റഹ്മാനായ റബ്ബിനെ കുറിച്ചും ഒരു വിവാഹത്തിന്റെ സങ്കല്പത്തെ കുറിച്ചും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വലിയ ഒരു ആവശ്യമായിട്ടുള്ള ഒരു സമയത്തും സന്ദർഭത്തിലുമാണ് നമ്മളുള്ളത്. പലപ്പോഴും നമ്മൾ ഒരുപാട് വേദനകളുടെ വാർത്തകളാണ് പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. കല്യാണത്തിന്റെയും ആഹ്ലാദവും സന്തോഷവും എല്ലാം ഒന്ന് കെട്ടടക്കുന്നതിന് മുൻപ് തന്നെ ആ ആഹ്ലാദങ്ങളും സന്തോഷങ്ങളും ഒക്കെ കണ്ണീരിലേക്കും സങ്കടത്തിലേക്കും വഴിമാറുന്ന ഒട്ടേറെ കാലങ്ങളും ഒട്ടേറെ കഥകളും സംഭവങ്ങളും ഒക്കെ നിരന്തരമായി കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു വിവാഹത്തിലേക്ക് കാലെടുത്ത് കൊടുക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങളെല്ലാം ഇവിടെ കൂടി എല്ലാവരോടും പറയേണ്ടതായിട്ടുണ്ട്. ആദ്യമായി കൊണ്ട് സംസാരിക്കുന്ന സുഹൃത്തുക്കളെ, എന്തിനാണ് യഥാർത്ഥത്തിൽ ഈ വിവാഹം എന്നുള്ളതാണ്. ഇത് കേവലം ഒരു ജീവിത യാത്രയിൽ നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റെപ്പ് എന്ന് മാത്രമല്ല, മരിക്കുന്നതിന് മുൻപ് ഒരു കുട്ടിയൊക്കെയായി അവന്റെ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി ഒരു അത്താണി എന്നതിനപ്പുറത്ത് ഇസ്ലാം വളരെ കൃത്യമായ ചില നിർദ്ദേശങ്ങളും ആദർശങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം ഒന്നാമതായി പറയുന്നത് ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ ഒരു സുഹൃത്ത് ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ കരാർ എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത്. അതിനോടും വലിയൊരു കരാറ് സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതൊരിക്കലും പൊട്ടിപ്പോകാതിരിക്കുവാനുള്ള എല്ലാ സ്റ്റെപ്പുകളും ഇസ്ലാം പഠിപ്പിച്ചുകൊണ്ട് എവിടെയെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ വല്ല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒറ്റ റീസണേ അതിനുള്ളൂ. അത് പഠിക്കാതെയും മനസ്സിലാക്കാതെയും ആ രംഗത്തുള്ള റഹ്മാനായ റബ്ബിന്റെ വിധികളും വിലക്കുകളും പഠിച്ചില്ല, മനസ്സിലാക്കിയില്ല, പ്രാവർത്തികമാക്കിയില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് നമുക്കൊരിക്കലും ആ ഒരു ഗതികൾ വരാതിരിക്കാൻ ഈ രംഗത്ത് നമ്മളെല്ലാവരും ഇന്നിവിടെ വിവാഹബന്ധത്തിലേക്ക് ഏർപ്പെടുന്ന ആളുകൾ മാത്രമല്ല, ഈ കൂടിയിരിക്കുന്ന ആളുകളെല്ലാം പിന്നെ ഒരു ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും ഒക്കെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ രൂപത്തിലുള്ള സംസാരം അതിനുള്ള ഒരു പരിഹാരം കൂടിയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒന്നാമതായി കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു വിവാഹ ബന്ധം എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഭർത്താവ് തന്നെയാണ്. ഭർത്താവിനാണ് ഏറ്റവും വലിയ റോൾ. ആ ഭർത്താവാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഭർത്താവ് തന്നിൽ നിന്നും ഭാര്യ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് കൃത്യമായി കൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും തന്റെ ജീവിതം അതിലൂടെ തന്നെയാണ് പോകുന്നത് എന്ന് ഉറപ്പുവരുത്താൻ കഴിയേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഭർത്താക്കന്മാരെ, നമ്മൾ
നമ്മിൽ നിന്നും നമ്മുടെ ഇണകൾ ആഗ്രഹിക്കുന്നത് അവളെ പ്രയാസപ്പെടുത്താതിരിക്കണമെന്നാണ്, അവളെ പരിഗണിക്കണമെന്നാണ്. അവൾ നമുക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ നന്മകളെ പോലും വാനോളം പുകഴ്ത്തണമെന്നാണ്. അവളുടെ ന്യൂനതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരക്കെ പറയാതെ അവളോട് ബെഡ്റൂമിൽ തന്നെ ഒതുക്കണമെന്നതാണ്, അവൾക്ക് തണലാകണമെന്നതാണ്. ആ രംഗത്ത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ കാരണം നമ്മുടെ ഇടയിൽ നിന്നും അകാരണമായി തുള്ളി കണ്ണീരുള്ളിട്ടുണ്ട് എങ്കിൽ സുഹൃത്തുക്കളെ, നമ്മുടെ വിവാദത്തുകളെ കൊണ്ട് പോലും അത് പരിഹാരമാവുകയില്ല എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഭാര്യമാർ, സഹോദരിമാർ അറിയേണ്ടതുണ്ട്, നിങ്ങൾക്ക് ഈ ഭൂലോകത്ത് റഹ്മാനായ റബ്ബ് കഴിഞ്ഞാൽ, മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യതകൾ കഴിഞ്ഞാൽ, ഒരു പെണ്ണിന് ആ കണ്ണടക്കുന്നതിന് മുൻപ് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ബാധ്യത ആരോടാണെന്ന ചോദ്യത്തിന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി അവരുടെ ഭർത്താവിനോടാണ് എന്നാണ്. അല്ലാഹു അല്ലാതെ വേറെ ആരോടെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ മറ്റാരോടല്ല, അവൻ അവരുടെ ഭർത്താവിന് മുൻപിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ്. അത്രത്തോളം ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാർ ശരിക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ, അവിടെ ജീവിക്കുമ്പോൾ ഒരൽപ്പം പ്രയാസങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്, അവിടെ എങ്കിലും നമ്മൾ പരാജയപ്പെട്ടിട്ടില്ല. പക്ഷേ ഭർത്തൃ വീട്ടിൽ ചെറിയ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും അത് സ്വന്തം വീട്ടിലേക്ക് വിളിച്ച് ആ രൂപത്തിൽ പറഞ്ഞ് അതിനെ പർവ്വതീകരിച്ച് അതിൽ പിന്നീട് ഒരു പ്രശ്നത്തിലേക്കും കലഹത്തിലേക്കും ഒരു വേള വളരെ വേഗത്തിൽ വിവാഹ മോചനത്തിലേക്ക് വരുന്ന ഒരു ദുരന്ത കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് നമ്മളോട് പറയാ, ഒരു ത്വരാഖ് സംഭവിച്ചാൽ പോലും പിന്നെയും ചില മാസങ്ങൾ സ്വന്തം ഭർത്താവിന്റെ ചെലവിൽ അവന്റെ കൂടെ നിൽക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കലും പൊട്ടാതിരിക്കുവാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഓരോ കാര്യമായും ശ്രദ്ധിക്കുക. എന്നിൽ നിന്നും പിന്നെ ഭർത്താവിനൊക്കെ കൊടുക്കേണ്ട അവകാശങ്ങൾ എന്താണ്, അത് ഞാൻ നിർവഹിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു ഭർത്താവ് ഒരു ഭാര്യയിൽ നിന്നും ആഗ്രഹിക്കുന്നത് ബഹുമാനമാണ്, ആദരവാണ്. തന്റെ വീട്ടുകാരെ ബഹുമാനിക്കുവാനും അവരോട് എല്ലാ കാര്യങ്ങളും നല്ല നിലയ്ക്ക് വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആ നിലയ്ക്ക് തന്നെയാണ് ഉള്ളത് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. സഹോദരങ്ങളെ, കേവലം ഒരു ദാമ്പത്യം മനോഹരമായി കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവ് മാത്രം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പോരാ. മറിച്ച് ഇന്ന് നമ്മൾ വളരെയേറെ പ്രയാസങ്ങൾ സഹിച്ച് നമ്മുടെ ടൈറ്റ് ഷെഡ്യൂളൊക്കെ മാനേജ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ, ഇതൊരു സുന്ദരത്താണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും ചില കാര്യങ്ങൾ പൊതുവെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളും സുഹൃത്തുക്കളെ അനാവശ്യമായി ദാമ്പത്യത്തിൽ ഇടപെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അത് വളരെ ഗൗരവത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അനാവശ്യമായി കൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു ദാമ്പത്യത്തിൽ ഉള്ളിൽ കയറി ഇടപെടാൻ പാടില്ല. ആ വിഷയത്തിൽ ഒന്നാമതായിട്ട് ഞാൻ സംസാരിക്കുന്നത് പെണ്ണിന്റെ ഉമ്മയോടാണ്. പലപ്പോഴും വിളിച്ച് കാര്യങ്ങൾ തിരക്കിനിടയിൽ ഭർത്താവ് വീട്ടിൽ വല്ല പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ഇങ്ങനെ കുത്തിച്ചകഞ്ഞ് അന്വേഷിക്കുന്ന ഒരു സ്വഭാവം നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഭർത്താവിനും ഭാര്യയും തമ്മിലുള്ള ചെറിയൊരു സൗന്ദര്യ പിണക്കം പോലും പലപ്പോഴും വലിയ സംഭവമാക്കി അവതരിപ്പിച്ച് ചോദ്യങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും ഉത്തരം പറയണല്ലോ. അപ്പൊ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് അത് പിന്നീട് ഒരു വലിയ വിഷയമാക്കി കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ മരുമകളും പിന്നെ ഭർത്താവും തന്റെ മകനും അതേപോലെ മരുമകൾ എവിടെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അത് എന്നോട് ആദ്യം വന്ന് ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പെർമിഷൻ കിട്ടിയിട്ട് പോകാൻ പറ്റുമോ എന്നൊന്നുമില്ല. അവർക്ക് മാനേജ്മെന്റുകൾ നമ്മളോട് പറയും. അവരുടെ പിന്നാലെ നിലനിൽക്കണക്കെ പോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമുക്കാർക്കും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, ഒരു വിവാഹബന്ധം നടക്കുമ്പോൾ പലരും പറയുന്നത് വർത്താനാണ്, പണ്ടത്തെ പോലെയല്ല, ഓന്റെ സ്വഭാവം കുറച്ച് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്നേഹം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. സ്നേഹം കുറച്ച് കുറയും എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ, അല്ലെ? പണ്ട് ഒരു പെണ്ണ് എന്ന നിലയ്ക്ക് ഉമ്മാനോട് പെണ്ണുകളോട് മാത്രമാണെങ്കിൽ ഇന്ന് അവന്റെ ജീവിതത്തിലേക്ക് ഒരു സഖി വരുമ്പോൾ അവർക്ക് കുറച്ചധികം സമയം എടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളോടുള്ള പണ്ട് പിടിച്ച അത്രയും ഒരു കോൾ ഡ്യൂറേഷൻ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നത്. പണ്ട് 1 മണിക്കൂറിൽ കൂടെ സംസാരിച്ചിരുന്നു, ഇന്നത് 20 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ മറ്റ് ബാക്കിയുള്ള സമയം അവൻ വേറെ ഒരു കൊണ്ടുപോയി കളഞ്ഞിട്ടില്ല. അത് അവനോട് റഹ്മാനായ റബ്ബ് പറഞ്ഞ് ഇണക്ക് എടുക്കേണ്ട സമയമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ഒരു മാതല
പറയരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അടിസ്ഥാനപരമായി കൊണ്ടൊരു മകനിൽ നിന്നും ഉമ്മാക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അവർ ഭാഗ്യവതിയാണ്. അതേപോലെ അടിസ്ഥാനപരമായി കൊണ്ട് ഉപാധി സംഗതി കിട്ടുന്നുണ്ടെങ്കിൽ അവൻ ഭാഗ്യവാനാണ്. ആ നിലക്കുള്ളൊരു കാര്യമാണ് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളുകളെ അകറ്റാനാണ് പിശാചും സംഘവും ശ്രമിക്കുക എന്നുള്ളൊരു ഗൗരവപ്പെട്ടൊരു പാഠം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളാണ് അമ്മായിയും മരുമകളും എന്നുള്ളത്. അമ്മായിയും മരുമകളുമാണ്. ഒരുപക്ഷെ മകൾ ആ ഒരു മരുമകൾ തന്റെ ഭർത്താവിന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഏറെ സമയം തന്റെ പിന്നെ അമ്മായിയോട് സഹവസിക്കുക. അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും അകറ്റാൻ പിശാചിന് കഴിഞ്ഞാൽ അതൊരു വലിയ അവന്റെ കുറെ അജണ്ടകൾ നടപ്പാക്കാൻ കഴിയും. അതില്ലാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്നറിയോ, ഈ സ്വർഗ്ഗത്തെ നഷ്ടപ്പെടുത്തിയിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വലിയ അജണ്ടകളൊന്നും പിശാചിന് പാടുന്നില്ല. ഈ രൂപത്തിലുള്ള നല്ല സ്മൂത്തായി പോകേണ്ട കുടുംബ ബന്ധത്തിന്റെ ഇടയിൽ നമ്മളെ കൊണ്ടൊരു വിള്ളൽ വീഴ്ത്തിയാൽ കഴിഞ്ഞു, നമ്മളെ കൊണ്ടൊരു പൊട്ടൽ വീഴ്ത്തിയാൽ കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, കുടുംബ ബന്ധത്തെ ചില കാര്യങ്ങളെ പറഞ്ഞ് പർവ്വതീകരിച്ച് മുറിക്കാനാണ് ശ്രമമെങ്കിൽ അവൾ സ്വർഗത്തിലേക്ക് ആ ദിവസത്തിൽ കടക്കുകയില്ല എന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ കാരണം ഒരു കുടുംബ ബന്ധവും മുറിയുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, എത്രയേറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. മനുഷ്യർ ഉള്ളിടത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതെല്ലാം നമ്മൾ മാനേജ് ചെയ്യണം. അതെല്ലാം അത് തിരുത്താൻ അവസരങ്ങൾ നമ്മൾ കൊടുക്കണം. എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും അത് പർവ്വതീകരിക്കുന്ന സാഹചര്യം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും വിശാലമായി മാപ്പ് കൊടുക്കാൻ നമുക്ക് കഴിയണം. എല്ലാവരോടും നല്ല നിലക്ക് നമ്മൾ വർദ്ധിക്കണം. ഏറ്റവും മികച്ച സ്വഭാവം നമ്മൾ കാഴ്ചവെക്കാൻ കഴിയണം. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അവർ 5 വക്ത് നിസ്കരിക്കുക മാത്രമല്ല, റമദാനിലെ നോമ്പ് മാത്രമല്ല, ഹജ്ജ് മാത്രമല്ല, ഇബാദത്തുകളെല്ലാം വളരെ സ്മൂത്തായി പെർഫെക്റ്റായി പങ്ക്ചറായി ചെയ്യുക മാത്രമല്ല, അതിനപ്പുറത്ത് ഏറ്റവും മനോഹരമായ ഒരു സ്വഭാവത്തിന്റെ ഉടമയാകാൻ ഓരോരുത്തർക്കും കഴിയണം. ഓരോരുത്തർക്കും കഴിയണം. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യൻ എന്ന് പറയുന്നത് ഭർത്താവിനോട് പറഞ്ഞു, ഭാര്യയോട് മനോഹരമായി കൊണ്ട് പെരുന്നാളുക. നല്ല ഭാര്യയുടെ സൗന്ദര്യം എന്താ? അതിന് കല്യാണത്തിന് 10,000 ചെലവഴിച്ച് കൃത്രിമ ഭംഗി കൂട്ടിയിട്ട് ആ സൗന്ദര്യത്തെ കുറിച്ചല്ല പറഞ്ഞത്. ഒരു ഭാര്യയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അവളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏറ്റവും മനോഹരമായ ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാക്കണം. ഒരു കാര്യം മാത്രം ഉറപ്പുവരുത്തിയാൽ മതി. എന്റെ ഒരു വാക്കുകൊണ്ടോ, എന്റെ ഒരു നോട്ടം കൊണ്ടോ, എന്റെ ഒരു നിലപാട് കൊണ്ടോ വേറൊരുത്തന്റെ മനസ്സിവിടെ നൊമ്പരപ്പെടുന്നില്ല. ഒരുത്തന്റെ സന്തോഷത്തിൽ ഞാൻ വിള്ളൽ വരുത്തിയിട്ടില്ല. ഞാൻ കാരണം ഒരാളുടെയും കണ്ണീര് ഈ ഭൂലോകത്ത് വീണിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുന്നിടത്ത് നമുക്ക് മനസ്സ് തട്ടിയിട്ട് ഞാൻ ഓർമ്മയാണെന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കൈകളിൽ കർമ്മങ്ങളുണ്ടെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നതാണ് സ്വർഗ്ഗം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്വഭാവത്തിന് അത്രയേറെ പ്രസക്തിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നാട്ടുകാരോട് പറയുന്ന അപ്പുറത്ത് നമ്മുടെ പരിപാലകനായ നമുക്ക് ഇണയെ സംവിധാനിച്ചു തന്ന ഇന്ന് ഈ സമയത്ത് ഈ സാഹചര്യത്തിൽ ഇവർ തമ്മിൽ ഇർഫാനും ഷാഫിയും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് നമ്മളൊക്കെ കൂടി ആലോചിച്ചിട്ടുണ്ടെങ്കിലും ഇവർ തമ്മിൽ ചേരണമെന്നുള്ളത് റഹ്മാനായ റബ്ബിന്റെ എന്നത്തെയോ തീരുമാനമാണ്. ആകാശഭൂമികളെ സംവിധാനിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുൻപ് ലോകത്ത് നടക്കുന്ന സകലമായ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ച ലൗഹിൽ മഹ്ഫൂദിലുള്ള പേരാണ് സുഹൃത്തുക്കളെ ഷാരിഫയും ഇർഫാനും തമ്മിലുള്ള ബന്ധമെങ്കിൽ അത് നടക്കും. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വളരെ ഗൗരവപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇവർക്ക് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം. ഇവരുടെ നല്ലൊരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും ഇവരിലൂടെ അവർക്കും സ്വന്തത്തിനും അതേപോലെ തന്നെ കുടുംബത്തിനും നാടിനും നാട്ടുകാർക്കും സർവോപരി റഹ്മാനായ റബ്ബിന്റെ ദീനിനുമൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപകാരപ്പെടുന്ന സന്താനങ്ങളെ ലഭിക്കുവാനൊക്കെ നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ പങ്കുവെക്കേണ്ടത് റഹ്മാനായ റബ്ബിനോടാണ്. എനിക്കിണയെ സെലക്ട് ചെയ്യുന്ന റബ്ബേ, നീ കണ്ടില്ല എന്റെ വിഷയങ്ങൾ, നീ അറിയുന്നില്ല എന്റെ പ്രയാസങ്ങൾ, എനിക്ക് നിന്നോട് ചിലത് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് റഹ്മാനായ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എന്തെങ്കിലും സങ്കടങ്ങളും ആപരാധികളും ഒക്കെ വരുമ്പോൾ
നമ്മുടെ ഡ്യൂട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കുക. റഹ്മാനായ റബ്ബിനെ മാത്രം നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുക. എന്റെ ആവലാദികളും വേവലാദികളും റഹ്മാനായ റബ്ബിനോട് മാത്രമേ ഞാൻ പങ്കുവെക്കുകയുള്ളൂ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റൂട്ടാണ് സേഫ്, ആ റൂട്ടാണ് സെക്യൂരിറ്റി, അതിനാണ് നമുക്കുള്ള സൗഭാഗ്യമുള്ളത് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോ റഹ്മാനായ റബ്ബ് എന്നൊരു ഓർമ്മ നമുക്ക് വരണമെങ്കിൽ അതിന് മുൻപേ നമ്മളും റബ്ബും തമ്മിലുള്ള ബോണ്ടിങ് അത് വളരെ ഗൗരവപ്പെട്ടതായിരിക്കണം. റഹ്മാനായ റബ്ബിനോടുള്ള ആത്മബന്ധം നമുക്ക് ഉണ്ടാകണം. അതെങ്ങനെ ഉണ്ടാവുക? ഒന്ന് തൗഹീദ് ഓക്കെയാകുമ്പോഴാണ്. അതെങ്ങനെ ഉണ്ടാവുക? നമ്മുടെ ഇബാദത്തുകൾ വളരെ ക്ലിയർ ആയിക്കൊണ്ട് നടക്കുമ്പോഴാണ് റബ്ബേ എന്നൊരു ഓർമ്മ നമുക്ക് വരികയുള്ളൂ. നമ്മൾ കൈകൾ പൊക്കുമ്പോൾ ആ കൈകൾ ഉത്തരം നമുക്ക് ലഭിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റഹ്മാനായ റബ്ബിലേക്ക് സർവ്വതും സമർപ്പിച്ച് ഒരു ശക്തമായ കറകളഞ്ഞ മുസ്ലിമായി മുഅ്മിനായി മുവഹിദായി കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ആ കുറച്ച് കാലമേ നമ്മുടെ ഈ ഭൂമിലോകത്ത് ഉണ്ടാവുകയുള്ളൂ. വളരെ പരിമിതമായ ഒരു കാലം. 60ന്റെയും 70ന്റെയും ഇടയില നമ്മളൊക്കെ ഉണ്ടാവുകയുള്ളൂ. ആ ഇത്തിരി പോകുന്നൊരു കാലത്ത് പലതിന്റെയും പേര് പറഞ്ഞ് തമ്മിൽ തല്ലി വാശും വീറും കാണിച്ച് മുഖത്തോട് മുഖം തിരിഞ്ഞു നിന്ന് മാറി ജീവിക്കേണ്ടവനല്ല നമ്മൾ എന്ന് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കുക, വിനയമുള്ളവരാവുക, സൽസ്വഭാവത്തിനുടമകളാവുക. നമുക്ക് ജീവിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇവിടെയല്ല, മരണത്തോടുകൂടെ തുടങ്ങാനിരിക്കുന്ന യഥാർത്ഥ ജീവിതത്തിലാണ് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ തൗഫീഖ് നമുക്ക് വിശിഷ്യ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു കാലത്ത് ഉയർത്തുന്ന ഇർഫാനും ഷാരിഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബറകല്ലാഹു ലക്കും എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. നിൽക്കാൻ കഴിയുന്നതോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.